അപ്പോൾ വെസ്നേച്ചി ഇങ്ങനെ വോയിസും കോളുകളും ഒക്കെ ഇട്ട് റെക്കോർഡ് ചെയ്ത് തകർക്കുകയാണ്. അപ്പം പിന്നെ നമ്മളെന്തിനു വെറുതെ ഇരിക്കണം? എന്നിലും ഒരു മോഹം ഉണർന്നു. നമ്മുടെ കയ്യിൽ കുറേ വോയിസുകളൊക്കെ കിട്ടിയിട്ട് കുറച്ച് നാളായി. അപ്പം ഞാൻ പറഞ്ഞിരുന്നു, കണാരേട്ടനും കുശുമോളും തമ്മിൽ ബന്ധമൊന്നുമില്ല എന്ന് തെളിയിക്കണ സംവിധാനമൊക്കെ നമ്മുടെ അടുത്തുണ്ട് എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനത് പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നില്ല. മാസങ്ങളോളം ഞാൻ എടുത്തു വെച്ചു. എന്തിന് എന്ന് ഞാനിപ്പോൾ എന്നോട് തന്നെ ചോദിക്കുകയാണ്. സാധാരണ ഒരു യൂട്യൂബറുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ തെളിവ് കിട്ടിക്കഴിഞ്ഞാൽ അത് അപ്പം തന്നെ എടുത്തിട്ട് പൂശുകയാണ് ചെയ്യാറുള്ളത്. അപ്പം എന്തേ ഞാൻ അങ്ങനെ ആകുന്നില്ല എന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചു. സത്യം പറഞ്ഞാൽ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, ഈ കമൻറ്റുകൾക്ക് മറുപടി എന്നും പറഞ്ഞൊരു സെക്ഷൻ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. വേറെ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഇപ്പോൾ കമൻറ്റുകൾക്ക് മറുപടി പറഞ്ഞാൽ മതിയാവും. പക്ഷെ അതിനുവേണ്ടി മാത്രം കമൻറ്റുകൾ വരുന്നില്ല. പിന്നെ വരുന്ന കമൻറ്റുകളൊക്കെ മംഗ്ലീഷിലായ കാരണം കമൻറ്റ് വായിക്കൽ എന്ന് പറയുന്നത് കണ്ടിരുന്ന പെറ്റ് തള്ള സഹിക്കില്ല മക്കളെ. അത്തരത്തിലുള്ള ഒരു വെറുപ്പിക്കലാണ് നടത്തുന്നത്. കമൻറ്റുകൾ തപ്പിപ്പെറുക്കി വായിക്കുന്ന വായന കേട്ട് കഴിഞ്ഞാൽ ഈ ഫോൺ നമ്മൾ വലിച്ചെറിഞ്ഞ് പൊട്ടിക്കാൻ തോന്നും. പക്ഷെ നമ്മൾ കാശ് കൊടുത്ത് മേടിച്ച സാധനം നശിപ്പിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് മാത്രം സഹിക്കുന്നതാണ്. അത്രയ്ക്ക് ബോറിങ് പരിപാടിയാണ് അവർ ചെയ്യുന്നത്. എന്നിട്ട് കമൻ്റ് ഇടൂ, എല്ലാവരും കമൻ്റ് ഇടൂ, ഞാൻ നിങ്ങൾക്ക് കമൻറ്റിന് മറുപടി തരാം എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ പൊന്നുസാഹോ ഡേ, ഇവിടെ പബ്ലിക് ടോയ്ലറ്റ് കക്കൂസ് പൊളിച്ച് കളയാൻ ആരും ഇല്ലടേ എന്ന് ഞാൻ വീണ്ടും ചോദിച്ചു പോകണം. ഈ കക്കൂസ് ഒന്ന് പൊളിച്ച് കളാം. നാട്ടുകാർക്ക് പകുതി സമാധാനം ആയിക്കോട്ടെ, നാറ്റടിക്കാണ്ട് ജീവിക്കാമല്ലോ കേരളത്തിലുള്ളവർക്ക്. എന്തിനാ ഇങ്ങനെ ഈ നേരം വെളുക്കുമ്പോൾ ഈ പബ്ലിക് ടോയ്ലറ്റും രാത്രിന്നില്ല പകലുന്നില്ല ഉറക്കമെന്ന് പറഞ്ഞതില്ല, നാർന്ന ഈ വൃത്തികെട്ട പബ്ലിക് ടോയ്ലറ്റും തുറന്നു വെച്ചിട്ട് 24 മണിക്കൂറും ഇരിക്കുകയാണ്. ഡേ, ഇത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒന്ന് പൊളിച്ച് കളാം. ജനങ്ങൾക്ക് ഇത്രയും മനസ്സമാധാനം കിട്ടിക്കോട്ടെ. മതമില്ല പോലും. എന്നിട്ട് പറയുന്നത് മുസ്ലിം ഹിന്ദു ഇതെന്നെ പറച്ചിലുള്ളൂ. മതമില്ല മനുഷ്യനാണ് പോലും. എന്നിട്ട് വന്ന് ഛർദ്ദിക്കുന്നതോ ഇത്തരത്തിലുള്ളതോ. ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെ പറയാതിരിക്കും എൻ്റെ ഗായ്സ്. അപ്പം പണയം വച്ചിട്ടുള്ള മാല ഇതുവരെ എടുപ്പിച്ചിട്ടില്ലാത്തത് കൊണ്ട് കമൻറ്റ് സെക്ഷനുകൾ, കമൻറ്റിന് മറുപടി കൊടുക്കുന്ന ഒരു സെക്ഷൻ ആണല്ലോ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം കമൻറ്റ് സെക്ഷൻ വേറെ ഒന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് ഇങ്ങനെ ഇരുന്ന ആൾക്കാരെ വെറുപ്പിക്കുന്നു. ഈ കമൻ്റ് ഇടുന്നവരെ സമ്മതിക്കണോട്ടോ. എന്തിനാടേ നിങ്ങൾ വീണ്ടും പോയി അവിടെ കമൻ്റ് ഇടുന്നത്? ഇത് ഇങ്ങനെയാണ്, ഇത് ഇത്രയ്ക്കുള്ളൂ. കമൻ്റ് ഇട്ട് നാറാനുള്ള അവസരം നിങ്ങൾ തന്നെ ഉണ്ടാക്കി കൊടുക്കണോ? അവളുടെ ഒരു കമൻറ്റിനുള്ള മറുപടി. കമൻറ്റ് സെക്ഷനിൽ ചങ്ങലയിട്ട് വരലില്ല, ഏതാണ്ട് നൂലൊക്കെയാണ് കഴുത്തിലിട്ടുകൊണ്ട് നടക്കുന്നത്. ഒന്നിന് പകരം 3 എണ്ണം ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങോട്ട് നമുക്ക് എന്താ പറയുക, ആ ഒരു ഓട്ട അടയ്ക്കുക, മനസ്സിലായില്ലേ? ആ ഒരു ഇല്ലായ്മ അല്ലെങ്കിൽ വിടവ് നികത്താമെന്ന് പറയുന്ന പോലെ ഒരു ഓട്ട അടിക്കില്ല. അപ്പം ഞങ്ങൾ നോക്കുമ്പോൾ എന്താ, ധാരാളം ഉണ്ട്. പക്ഷെ ചങ്ങല കാണാത്തത് കൊണ്ട് നമുക്ക് തൽക്കാലം ഇപ്പം ഇങ്ങനെ പറയാം അല്ലേ. ഇവൾക്ക് കമൻ്റ് ഇടൂ എന്നും പറഞ്ഞ് ഓരോ വീഡിയോയിലും പറയുന്നുണ്ട്. എന്തിനാ ഇവൾക്ക് കമൻ്റ് ഇടുന്നത്? ഇവള് നാളെ ഈ കമൻ്റൊക്കെ എടുത്തു വെച്ചിട്ട് നിങ്ങൾക്ക് തന്നെ തിരിച്ചു തരാനുള്ള ഒരു പണി. അതാണ് ഇവള് ഈ വന്നുകൊണ്ട് സ്നേഹത്തോടെ ചിരിച്ചുകൊണ്ട് എന്താ കമൻ്റൊന്നും കാണുന്നില്ലല്ലോ, കമൻ്റ് ഇടൂ എന്ന് പറയുമ്പോൾ നിങ്ങളങ്ങ് വിശ്വസിക്കും. ഒരിക്കലും ഈ പടു ഇവളെ വിശ്വസിക്കരുത്. ജനങ്ങൾക്ക് പറ്റുന്ന തെറ്റാണ്. അതിൽ എനിക്കൊന്നും പറയാനില്ല. വടി കൊടുത്ത് അടി വാങ്ങിക്കുന്നു എന്നല്ലാണ്ട് ഈ കാര്യത്തിലൊന്നും പറയാനില്ല. വിളിക്കരുത്, ഫോട്ടോ വാങ്ങിക്കരുത്, കമൻ്റ് ഇടരുത്, വേണ്ടി വന്ന കാണരുതാരും, കാണരുത്. ഈ കണ്ടിട്ടാണല്ലോ കമൻ്റ് ഇടുന്നത്. ഈ കമൻ്റ് ഇടുന്നവരപ്പോൾ സ്വയം വടി കൊടുത്ത് അടി വാങ്ങിക്കുന്നതല്ലേ? അനുഭവിച്ചോ. ഇനിയും ഇട് എന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പഞ്ചാര വാക്കിൽ ഇങ്ങനെ മയങ്ങിയിട്ട് കമൻ്റ് ഇട്ടുകൊണ്ടിരിക്കും കേട്ടോ. നിങ്ങൾക്കുള്ള പണി പിറകെ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പം തൽക്കാലം നമുക്ക് കുറച്ച് വോയിസുകൾ കേൾക്കാം. ഫ്രൈഡേ ആണ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഫ്രൈഡേ തിങ്കളാഴ്ച അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പൈസ തരാൻ പറ്റില്ല, പൈസ ആണെങ്കിൽ ഇല്ല, പൈസ തരാൻ പറ്റില്ല, ഞാൻ ആർക്കും പൈസ കൊടുക്കാൻ തീരുമാനിച്ചില്ല എന്ന്. പൈസ ഒന്നും അല്ല, പൈസ തന്നെയാണ്, അല്ലാണ്ടൊന്നും വിളിക്കില്ല.